ഗൈസ് ഇതേണ്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുകയാണ്. അടിപൊളി. ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നുമില്ല. ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഈവനിങ് സമയത്താണ്. ഇവിടെ കുഞ്ഞിൻ്റെ കുറച്ച് കുളിയും കാര്യങ്ങളും ഒക്കെ കാണിക്കാവുന്ന വീട്ടിലെ ഇടയിൽ അവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ് ഗായ്സ്. ലുക്ക് ഗായ്സ്, ആടെ കിടക്കണം. എന്താണ് ബാത്റൂമിൽ കുളിക്കാൻ പോകണം? ബാത്റൂമിലെ കുളിക്കത്തല്ല. ജോലി എന്ത് ചെയ്യും? അവളെന്തെടുക്കും അവിടെ? ജോലി എന്തെടുക്കുവാ? എലിയെ പിടിക്കുവാണോ? ജൂലി എലിയുണ്ടോ? എലിയുണ്ടോ ജൂലി? ഉണ്ടോ? ഞങ്ങളുടെ ചെടികളൊക്കെ കണ്ടോ? അതിൻ്റെ പേരെന്താണെന്നറിയില്ല. പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നല്ല വാടിക്കരിഞ്ഞ് വെക്കാൻ. ഇത് മറ്റേ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരെണ്ണം. ഇതിന് വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കട്ടെ. പിന്നെ അതേപോലെ അത് ഇതും ഉണ്ടാകുന്നു. ഇതെല്ലാം എൻ്റെ അമ്മായിയമ്മയുടെ സമ്പാദ്യമാണ്. എൻ്റെ അമ്മായിയമ്മയാണ് ഇതെല്ലാം നോക്കുന്നത്. എങ്ങനെയുണ്ട്? ആണോ? ഒത്തിരി നേരം ഇരിക്കണ്ട, പെട്ടെന്ന് കുളിക്കണം. ടെറസിൽ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. തുണി എടുത്തില്ല, ആകാശം കാണിച്ചപ്പോൾ അതാ ഓർക്കും. അവിടെ എന്തൊക്കെയോ തട്ടുകയാണ്. എന്ത് മക്കളെ? ഒക്കെ വെള്ളം കണ്ട പ്രാന്താണ് ഗൈസ്. ജൂലി, നീ കുളിക്കുന്നോ? എന്തോ കാര്യമായിട്ട് കപ്പോ എലി ഏതാണ്ടാന്ന്. ജൂലിയുടെ കാപ്പാട്ടം, ജൂലിയുടെ കാപ്പാട്ടം എന്ത് ചെയ്യേ? ജൂലി കാപ്പാട്ടം എടുത്തോണ്ടോ? കുളിപ്പിച്ചോ കുളിപ്പിച്ചോ. ജൂലി കൃപ കുളിക്കുവാന്നോ? ജൂലി കുളിപ്പിക്കുന്നില്ലയോ? നീ മേപ്പിട്ട് നോക്കിയിരിക്കുന്നേ. ജൂലി കുളിക്കാൻ പോവാന്നോ? ഭയങ്കര വാലാട്ടോ. വേറെ എങ്ങും അവൾക്ക് വെള്ളം കൊടുക്കാത്തതാണ് അവള്. നിനക്ക് വേറെ വെള്ളം കുടിക്കാൻ തന്നിട്ടില്ലേ? നിനക്ക് കുടിക്കാൻ വന്ന വെള്ളം എവിടെടി? ഇത് ഇവിടെ നിന്നാണോ നീ വെള്ളം കുടിക്കുന്നത് എപ്പോഴും? നിനക്ക് അവിടെ പാത്രത്തിൽ വെള്ളം തന്നിട്ടുണ്ടോ? ഗായ്സ്, ഈ തേച്ചൊരയ്ക്കുന്നത് എന്താണെന്നറിയോ ഗായ്സ്? എൻ്റെ പൊന്ന് ഗായ്സ്, ഞാൻ കുറച്ച് വാട്ടർ കളർ പെയിൻ്റ് അടിക്കാൻ കൊടുത്തതാണ്. മൊത്തം അവിടെ ഫുള്ളാക്കിയിട്ടുണ്ട്. അതിനെ തേച്ചൊരച്ച് കുളിപ്പിക്കുന്നതാണ് നിങ്ങൾ. വിളിച്ചാ സൂപ്പറായിരുന്നോ? ജൂലി വിളിക്കുന്നില്ലയോ? അതെന്തൊരു സൗണ്ട് ആടി, അതെന്തൊരു സൗണ്ട് ആടി പെണ്ണെ. പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് റെഡി ആവണം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ പോയിട്ട് വരും. അപ്പം റെഡി ആയിട്ട് കാണാം. ഗായ്സ്, ഇത് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു സ്നാക്സ് ഷോപ്പാണ്. പിന്നെ അവിടെ ജംഗ്ഷനിലൊക്കെ തിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുക്കും. ഞാൻ കരുതി ഞങ്ങൾ നേരെ ഡയറക്റ്റ് വീട്ടിലോട്ട് ചെല്ലാമെന്നാണ് ഞങ്ങൾ കരുതി. ഇതെല്ലാം വാങ്ങിച്ചെടുത്തോണ്ട് പിന്നെ ഞാൻ ചെന്നാൽ വൈകിട്ടത്തേക്ക് സ്നാക്സ് അല്ല ഫുഡ് എന്തെങ്കിലും പൊറോട്ടയാക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനല്ല കുറച്ചങ്ങോട്ട് മാറി ജംഗ്ഷനിലുള്ള ഒരു തട്ടുകടയാണ്. ആ തട്ടുകടയുടെ പേരാണ് ഞാൻ കാണിക്കുന്നത്. ഫാമിലി തട്ടുകട അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പൊറോട്ട ഇറങ്ങി കഴിക്കുന്ന ഡേറ്റ് കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. ഫുഡൊക്കെ ആവാം. ഭയങ്കര നോയ്സ് ആയിരിക്കും. വോയിസ് ഓവർ കൊടുക്കണം, കേൾക്കത്തില്ലായിരിക്കും അല്ലേ? പോയാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇവിടെ വെട്ടമില്ല ഗൈസ്. ഇറങ്ങുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഫുൾ ടൈം വീട്ടിനകത്തല്ലേ. ഞങ്ങൾ വീട്ടിലെത്താറായിട്ടുണ്ട് ഗൈസ്.
ഇവിടെ കാണേണ്ടതാണ്. എവിടെ? ഹായ് ജൂലി. ഹായ് ജൂലി. ആണോ? ജൂലിക്ക് പാപ്പ വാങ്ങിച്ചില്ലല്ലോ. ഗേറ്റ് എടുത്തില്ലല്ലോ ജൂലി. ഗേറ്റ് ഇറങ്ങരുത് ജൂലി. തീറ ഗൈസ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അൽഫാം വാങ്ങിക്കണമെന്നൊരു കൊതി മൂത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു അൽഫാം വാങ്ങിക്കാൻ. ഇത് പത്തനാപുരത്തുള്ള എംപയർ മന്തിക്കടയാണ്. ഞങ്ങൾ നല്ലതാണെന്ന് കരുതി പോയി വാങ്ങിച്ചതാണ്. എന്താണെന്നറിയില്ല, നേരത്തെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്, റൈസ് കഴിച്ചിട്ടുള്ളത്. പക്ഷേ അൽഫാം ഈ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് പറയാം. ഓക്കെ ഗൈസ്, പത്തനാപുരം എംപയർ മന്തിക്കട. ഇന്ന് ഗൈസ് മന്തി റൈസ് വാങ്ങിച്ചില്ല. മന്തി റൈസ് വാങ്ങിക്കാൻ പറ്റില്ല, പൊറോട്ടയായിരുന്നു വാങ്ങിച്ച ഗൈസ്. മന്തി റൈസ് കഴിച്ചില്ല. ദേ എംപയർ പത്തനാപുരം. ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ഫുഡല്ലേ ഇവിടെ മന്തി. ഒന്നുമില്ല ഗൈസ്, ചുമ്മാ ഇങ്ങനെ ഇറങ്ങി ഇരുന്ന് കഴിക്കുന്നില്ല. കാരണം കുഞ്ഞിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിപ്പൊക്കെ ഭയങ്കര അലമ്പാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ അമ്മ വീട്ടിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് അമ്മയും കൊണ്ടും എല്ലാവരും കൊണ്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, കാറൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് അടിക്കുന്നതിൻ്റെ കാണിക്കാം. ടാറ്റാ. ഇത് ഞങ്ങൾ അത്യാവശ്യം സ്നാക്സൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ കുഞ്ഞിന് രണ്ടാമതിറങ്ങിയപ്പം ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയത്. എന്ന് കരുതി ഇവിടെ നിന്ന് കയറി ബിസ്ക്കറ്റും വാങ്ങിക്കാമെന്ന്. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് ഈ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം എന്തോ കേക്കാന്ന് തോന്നുന്നു ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് വെച്ചേക്കുന്നത്. എന്നാലും ഒരു വട്ടം ട്രൈ ചെയ്യാം, നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം. ഓക്കെ ഗായ്സ്. ഹലോ ഗായ്സ്. അല്ലല്ല, ഹായ് ഗായ്സ്. അപ്പം വീട്ടിൽ വന്ന് അപ്പം നമ്മൾ അൽഫാം കഴിക്കാൻ പോവാണേ ഗായ്സ്. അപ്പം ഹലോ ഗായ്സ്, ഇതേണ്ട നമ്മുടെ അൽഫാമും പൊറോട്ടയും മയോണീസും എല്ലാം പ്ലേറ്റിലായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇൻട്രോ അവിടെ. അവക്ക് കൂപ്പൂസാണ് ഗായ്സ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പം ഇങ്ങനെ മയോണൈസിൽ മുക്കുന്നു. അയ്യോ, ചിക്കൻ പീസ് എടുത്തില്ല എടി, അത് സ്പൈസിയാ, ചിലപ്പോൾ തിന്നിട്ട് പിന്നെ ഇതൊന്ന് കരയുന്നേ. ഗായ്സ് ഇതേണ്ടേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുകയാണ്. അടിപൊളിയാണ് ഗായ്സ്, അടിപൊളി. ഫുഡൊക്കെ കഴിച്ചു, പക്ഷെ വലിയ സുഖമില്ലായിരുന്നു ഗൈസ്. ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട്, പക്ഷെ ഞങ്ങൾക്കാർക്കും എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ സംതിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ അടിപൊളിയായിരുന്നു. നമുക്ക് നോർമൽ അൽഫാം അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിലും നല്ലത് കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ആ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. മയോണൈസ് ഒന്നും ഒരു സുഖം വലുതായിട്ട് തോന്നിയില്ല. പിന്നെ അതേപോലെ ചിക്കൻ ആയാലും മസാല ഇച്ചിരി കുറവൊക്കെയായിരുന്നു. അത് പറയാൻ കാരണം ഇതിലും നല്ലത് കഴിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ കള്ളം പറയണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞതാണ് ഗൈസ്. എന്തായാലും ഫുഡൊക്കെ ഫിനിഷായി. എന്തായാലും ഇങ്ങനെയൊക്കെയല്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും പുതിയ ഫുഡും കാര്യങ്ങളും വ്ളോഗും ഒക്കെ ആയിട്ട് വരാം. അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന നല്ല റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ബക്രുയെ, രഞ്ജിത്തേട്ടാ, അഗ്നി ചേച്ചി, ജബിനെ, പിന്നെ ആരാ, നീലൻ ചേട്ടാ. അയ്യോ, ഞാൻ മന്തി കഴിച്ച് കുളമായി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് പുതിയത് ട്രൈ ചെയ്യുമ്പോൾ വീഡിയോ ഇടാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. ദൈവമായിട്ട് ഇവിടെ കഴിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.